Hello friends, good morning. Welcome to my YouTube channel English Explorer. Today I am going to introduce a new topic in English vocabulary which is idioms. I think this video will be useful for those who are preparing for competitive exams like PSC, RRB, SSC, etc. So they should watch this video till the end. Okay. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് PSCയിലെ റെഗുലറായിട്ട് ചോദിച്ചിരിക്കുന്ന ഇഡിയംസൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ PSC എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഏതൊക്കെയാണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇത് കാണുക മാത്രമല്ല കൂടെ പഠിക്കും കൂടെ ചെയ്തേക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇടണേ. സോ ന്യൂ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെയും കൂടെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഇഡിയംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക് BA MA ഇംഗ്ലീഷ് പഠിച്ച അധികം എല്ലാവർക്കും അറിയായിരിക്കും. അതേപോലെ തന്നെ PSC എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും അറിയും. എന്നാലും അറിയാത്തവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളും കൂടെ ആവട്ടെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഇഡിയംസ്. ജസ്റ്റ് ഞാൻ എന്താണ് ഇഡിയംസ് എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. An idioms is a phrase or expression that has a figurative meaning that's different from the literal meaning of the individual words. ഈ ഇഡിയംസ് ഞാൻ പറയില്ലേ, പൊതുവേ എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല. ഇംഗ്ലീഷ് പഠിച്ചവർക്ക് എന്തായാലും അറിയും. അങ്ങനെ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തതാണ് കേട്ടോ ഞാനിത്. എന്താണ് ഇഡിയംസ്? ഇഡിയംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ വേർഡ്സ് അടങ്ങിയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. എന്നാൽ കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫ്രേസിൻ്റെ എക്സാക്റ്റ് മീനിങ് ആയിരിക്കില്ല അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇന്നർ മീനിങ് അല്ലെങ്കിൽ അതിന് വേറൊരു മീനിങ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന മീനിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഡിയംസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ലിറ്ററൽ മീനിങ്, ആ വാക്കുകളുടെ എക്സാക്റ്റ് മീനിങ് അല്ല ശരിക്ക് ഈ ഇഡിയംസിൽ അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഇഡിയംസ് നമ്മൾ ലാംഗ്വേജ് എൻറിച്ച് ചെയ്യാനും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഗുഡാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരു ലാംഗ്വേജിന് ഒരു ബ്യൂട്ടി കൊടുക്കാൻ അല്ലെങ്കിൽ അത് ലാംഗ്വേജിന് ഒരു ഇൻഡെപ്ത് മീനിങ് പോലെ കൊടുക്കാൻ വരുന്ന യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. ഇഡിയംസ് എൻറിച്ച് ലാംഗ്വേജ് മേക്കിംഗ് കമ്മ്യൂണിക്കേഷൻ മോർ എൻഗേജിങ്, വിവിഡ് ആൻഡ് എക്സ്പ്രസീവ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? ഇഡിയംസ് എന്ന് പറയുന്നത്. ആ ഇഡിയംസ് നമ്മൾ പറഞ്ഞു എന്താണ്, ആ തന്നിരിക്കുന്ന ഫ്രേസിൻ്റെ എക്സാക്റ്റ് മീനിങ് ആവില്ല അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. എക്സാക്റ്റ് മീനിങ്ങിൽ അല്ല ശരിക്ക് ആ സെൻറ്റൻസിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ളതല്ല വരിക, അതിൻ്റെ വേറൊരു മീനിങ് ആണ് നമ്മൾ ഇഡിയംസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം, അപ്പോൾ കിട്ടും. നോക്കിയേ, ഫീൽഡ് ഡേ. ഫീൽഡ് എന്താ എല്ലാവർക്കും അറിയാം, പാഠം അല്ലേ? അതിൻ്റെ എക്സാക്റ്റ് മീനിങ് വരുന്നത് അതാണല്ലോ. പക്ഷേ ഇവിടെ അതാണോ മീനിങ്? അല്ല. ഫീൽഡ് ഡേ മീൻസ് ആൻ എൻജോയബിൾ ഡേ ഓർ സർക്കംസ്റ്റാൻസസ്. ഓക്കെ. ഫ്ലീ മാർക്കറ്റ്. മാർക്കറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? ഫ്ലീ മാർക്കറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് വരുന്നത് എ ചീപ്പ് മാർക്കറ്റ്, വില കുറവ് കിട്ടുന്ന മാർക്കറ്റാണ് ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്നത്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ആ ഒരു സെൻറ്റൻസ് ഓക്കെ, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാറ്റിനെ എടുത്ത് ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടുക എന്നാണ് അർത്ഥം. അല്ല, എക്സാക്റ്റ് മീനിങ് വരുന്നത് അതാണല്ലേ. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് ക്യാറ്റിനെ എടുത്ത് പുറത്തേക്ക് ഇടുക. പക്ഷേ ഇഡിയംസ് അങ്ങനെയല്ല വരുന്നത്. ഇഡിയംസിൽ ഈ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ എന്താണ്? റിവീൽ എ സീക്രട്ട്. ഒരു സീക്രട്ട് നമ്മൾ പുറത്ത് വിടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ആ ഒരു ഫ്രേസിൻ്റെ എക്സാക്റ്റ് മീനിങ് അല്ല ശരിക്ക് ഇഡിയംസിൽ മീനിങ് ആയിട്ട് വരുന്നത്, അതിന് പകരം വേറൊരു മീനിങ് ആണ് വരുന്നത്. ഇതാണ് എന്ത്? ഇഡിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് സി. അണ്ടർ ഫയർ മീൻസ്
being rigorously criticized. Go to the glory. Go to the glory means die. Swan song means ലാസ്റ്റ് ലിറ്റററി വർക്ക് ഓഫ് ആൻ ഓതർ. ഒരു ഓതറിൻ്റെ ലാസ്റ്റ് വർക്കിനെയാണ് എന്ത് പറയുന്നത്? സ്വാൻ സോങ് എന്ന് പറയുന്നത്. അല്ലാതെ സ്വാൻ എന്താ? ഒരു പക്ഷിയില്ലേ? സോങ് പാട്ട് അതല്ലല്ലോ. നമ്മളങ്ങനെ വാക്കുകളുടെ മീനിങ് എക്സാക്റ്റ് ആയിട്ട് വരുന്നതല്ല ഈ ഇഡിയംസിൽ മീനിങ്. ആ തന്നിരിക്കുന്നതിന് വേറൊരു മീനിങ് ആണ് ഇഡിയംസിൽ വരിക. ഓക്കെ. ചിക്കൻ ഹാർട്ടഡ്, കൗവാർഡ്. എ ഗോർഡിയൻ നോ, ഡിഫിക്കൽട്ട് ടാസ്ക്. ബാഗ് ആൻഡ് ബാഗേജ്, all belonging one has. Okay, so let's see once again. Field day, an enjoyable day or circumstance. Flea market, a cheap market. Let the cat out of the bag, reveal a secret. Under fire, being rigorously criticized. Go to the glory, die. Swan song, last literary work of an author. Chicken hearted, coward. A guardian no, difficult task. Bag and baggage, all belongings one has. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബിൽ കാസിൽ ഇൻ ദ എയർ. എയറിൽ ഒരു കാസിൽ പണിയുക എന്നുള്ളതാണോ മീനിങ് വരുന്നത്? അല്ല, എക്സാക്ട് മീനിങ് അതാണ്. പക്ഷേ ഇഡിയംസിൽ മീനിങ് വരുന്നത് എന്താണ്? ഡ്രീം സംതിങ് അൺറിയലിസ്റ്റിക്. നമ്മൾ എന്ത് ചെയ്യാം? റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ബിൽ കാസിൽ ഇൻ ദ എയർ. ഓക്കെ. Hand to mouth means with no savings. Hand and glove means very friendly. A catch-22 situation, an extremely difficult situation. Wild and woolly, uncultured or lawless. Tooth and nail with all the power. As the crow fly in a straight line. Out of the cold, neglect or ignored. Sick as a dog means to be very sick. Head over heels means very excited or joyful. Fifth wheel means anything unnecessary. ഓക്കെ, ഇത്രയാണ്, കുറച്ചേ ഉള്ളൂ. ഇനിയുണ്ട് ഇഷ്ടംപോലെ കൂടുതൽ ഇഡിയംസ് ഉണ്ട്. ഞാനതൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലും ഞാനത് ചെയ്യാം. ഓക്കെ. സോ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നി എങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നിങ്ങൾക്ക് ന്യൂ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ ഓൺ അനദർ വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.